അടുത്തത് ജെയ്സൽ ആന്റണി. ജെയ്സൽ ആന്റണി. യേശുവേ സ്തോത്രം. എൻ്റെ പേര് ലിസി. ഞാൻ കാട്ടൂരിൽ നിന്ന് വരുന്നു. എൻ്റെ മകൻ 11 വയസ്സുള്ളതാണ്. അവൻ എന്നും കിടന്ന് മൂത്രമൊഴിക്കും. അപ്പം ഞങ്ങൾക്ക് ഭയങ്കര വിഷമമാണ്. എല്ലാ ദിവസവും ഞാനും മൂത്രമൊഴിച്ചതുപോലെ ആയിരിക്കുന്നത്. അങ്ങനെ എനിക്ക് പേടിയായി. ഡോക്ടറെ അടുത്ത് പറഞ്ഞു കുഴപ്പമില്ലാതെ മാറിക്കോളൂ. ഞങ്ങൾ ബ്രെഡ്, അവൽ, അങ്ങനെ പല പല സാധനങ്ങൾ കൊടുത്തു തന്നിട്ടൊന്നും മാറുന്നില്ല. അങ്ങനെ 1 വർഷം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, എൻ്റെ ഈശോയെ എൻ്റെ മകൻ്റെ ഈ അസുഖം മാറിത്തരണേന്ന്. അപ്പോഴെനിക്ക് അറിയാം പത്രം വെച്ച് ചിലപ്പോൾ മാറും, എന്നാലും പത്രം നനഞ്ഞു പോകുമല്ല എന്നുള്ളൊരു വിഷമമുണ്ട്. പത്രം പിന്നെ ഉപയോഗിക്കാൻ പറ്റത്തില്ലല്ലോ എന്നുള്ള ഇത് കാരണം ഞാൻ ഈശോയെ എനിക്ക് പേടിയാണ്, പത്രം വെച്ച് കിടന്നത് ഉപയോഗമില്ലാതായി പോകത്തില്ലേ എന്ന് വിചാരിച്ച് പിന്നെ ഞാൻ വിചാരിച്ച് എന്തായാലും വെച്ച് നോക്കാം, എന്തായാലും ചിലപ്പോൾ മൂത്രം ഒഴിച്ചില്ലെങ്കിലോ എന്ന് വിചാരിച്ച് ഞാൻ ആ പത്രത്തെ പൊതിഞ്ഞ് എൻ്റെ മകനെ കിടത്തി. പക്ഷേ എൻ്റെ മകൻ അന്ന് മുതൽ ഇതുവരെയും കിടന്ന് മൂത്രം ഒഴിക്കാറില്ല. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. വെഞ്ചരിച്ച പത്രമായതുകൊണ്ട് ലിസിക്ക് പേടിയായിരുന്നു. വെഞ്ചരിച്ച പത്രമല്ലേ, അതിനകത്ത് കിടന്ന് കുഞ്ഞു മൂത്രമൊഴിക്കുമോ എന്ന് പേടിച്ചിട്ട് ലിസി അതിനകത്ത് കൊച്ചിനെ കിടത്താനായിട്ട് വിഷമിക്കുമായിരുന്നു. പക്ഷേ അവസാനം ഗതികെട്ട് നിർവാഹമില്ലെന്ന് കണ്ടപ്പോൾ ലിസി അതിനെ പത്രത്തിൽ പൊതിഞ്ഞു കിടത്തി. അന്ന് തൊട്ട് ഈ നിമിഷം വരെ കുഞ്ഞ് കിടന്നു മുള്ളിയിട്ടില്ല. കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം.